ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലെ 2ാമത്തെ ചാപ്റ്ററായ ദ ബോയ് ആൻഡ് ദ ബലൂൺ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും മീനിങ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ബോയ് ലവ്സ് ആനിമൽസ്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആനിമൽസിനെ ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്? ദ ബോയ് ബെൻസ് ഡൗൺ ആൻഡ് പെറ്റ്സ് ദ ഡോഗ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം? ദ ബോയ് ബെൻസ് ഡൗൺ ആൻഡ് പെറ്റ്സ് ദ ഡോഗ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു യു ഷോ യുവർ ലവ് ഫോർ യുവർ പെറ്റ്സ്. നിങ്ങളുടെ പെറ്റ്സിനോട് നിങ്ങൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ഹൗ ഡു യു ഷോ യുവർ ലവ് ഫോർ യുവർ പെറ്റ്സ്. എങ്ങനെയാണ് നമ്മൾ സ്നേഹം കാണിക്കുന്നത്? വി പെറ്റ് ദം, നമ്മൾ അവരെ ഓമനിക്കും. പ്ലേ വിത്ത് ദം, നമ്മൾ അവരുടെ കൂടെ കളിക്കും. ആൻഡ് കോൾ ദം ബൈ നെയിംസ് ലവിങ്ലി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? വി പെറ്റ് ദം, പ്ലേ വിത്ത് ദം ആൻഡ് കോൾ ദം ബൈ നെയിംസ് ലവിങ്ലി. സ്നേഹത്തോടെ അവളെ പല പേരുകളും നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. വൈ ഡസ് ദ ബോയ് മേക്ക് ഷുവർ ദാറ്റ് നോബഡി വാസ് അറൗണ്ട് ബിഫോർ ക്ലൈംബിംഗ് അപ്പ് ദ ലാമ്പ് പോസ്റ്റ്. അതായത് പോസ്റ്റിൽ കയറുന്നതിന് മുമ്പേ അടുത്തൊന്നും ആരുമില്ലെന്ന് ആ കുട്ടി ഉറപ്പ് വരുത്തി. ദ ബോയ് മേക്ക് ഷുവർ ദാറ്റ് നോബഡി വാസ് അറൗണ്ട് ബിഫോർ ക്ലൈംബിംഗ് അപ്പ് ദ ലാമ്പ് പോസ്റ്റ്. അത് എന്തുകൊണ്ടാണ്? He fears that if somebody finds him climbing up a lamp post, he will be scolded. ആരെങ്കിലും കണ്ട നല്ല ചീത്ത കേൾക്കും. അതുകൊണ്ടാണ് അവന് ചുറ്റുപാട് നോക്കിയത്. He fears that if somebody finds him climbing up a lamp post, he will be scolded. Scolded എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്ക് പറയുക. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. Why doesn't the conductor allow the boy to get into the bus? ബസ്സിലേക്ക് കയറാൻ കണ്ടക്ടർ സമ്മതിക്കാനത് എന്തുകൊണ്ട്? വൈ ഡസൻറ്റ് ദ കണ്ടക്ടർ അലൗ ദ ബോയ് ടു ഗെറ്റ് ഇൻ ടു ദ ബസ്? ഓക്കെ, എന്താണ് കാരണം? ദ കണ്ടക്ടർ ഡസൻറ്റ് അലൗ ദ ബോയ് ടു ഗെറ്റ് ഇൻ ടു ദ ബസ് ബിക്കോസ് ഹീ തിങ്സ് ദാറ്റ് ദ ബോയ് with a balloon in his hands may cause inconvenience to other passengers. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കണ്ടക്ടർ അലൗ ചെയ്യാതിരുന്നത്? എന്താണ്? കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? ദ ബോയ് വിത്ത് എ ബലൂൺ ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ ബലൂൺ ഉണ്ട്. ദ ബോയ് വിത്ത് ബലൂൺ ഇൻ ഹിസ് ഹാൻഡ്സ് മേ കോസ് ഇൻകൺവീനിയൻസ് ടു അതർ പാസഞ്ചർ. മറ്റുള്ള പാസഞ്ചേഴ്സ്, അതായത് യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുമോ എന്ന് കരുതിയിട്ടാണ് കണ്ടക്ടർ ബസ്സിലേക്ക് ആ കുട്ടിയെ വിടാനത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കമൻറ്റ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്, സ്വയം എഴുതാനാണ്. അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം. ദ കണ്ടക്ടർ അപ്പിയേഴ്സ് ടു ബി വെരി ഹാർഷ് വേർഡ്സ് ദ ബോയ്. കണ്ടക്ടർ എന്താണ്? വളരെ ക്രൂരമായിട്ടാണ് ബോയോട് പെരുമാറിയത്. ഹി കുഡ് ഹാവ് ഷോൺ മോർ കൺസിഡറേഷൻ ടു ദ പുവർ ബോയ് വിത്ത് ഹിസ് പ്രിഷ്യസ് ബലൂൺ. ആ കുട്ടിയോട് കുറച്ചൊക്കെ കരുണ കാണിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? The conductor appears to be very harsh towards the boy. He could have shown more consideration to the poor boy with his precious balloon. അവൻക്ക് ആ ബലൂൺ വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കണക്കിന് കുറച്ചൊക്കെ ഒരു കൺസിഡറേഷനൊക്കെ ആ കുട്ടിയോട് കൊടുക്കാമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. 6th question. The boy has to walk all the way to school because he is not ready to leave the balloon. What do you think is the reason for the boy's hesitation to leave the balloon? But the boy has to walk all the way to school. ബലൂൺ കളയാൻ ആ കുട്ടിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, ഈ കുട്ടിക്ക് സ്കൂളിലേക്ക് നടക്കേണ്ടി വരുന്നു. ബലൂൺ കളയാൻ വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ ദ ബോയ്സ് ഹെസിറ്റേഷൻ ടു ലീവ് ദ ബലൂൺ? ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മടി. ആ കുട്ടി ബലൂൺ കളയാൻ മടിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. ദ ബോയ് ഹാസ് ടു വാക്ക് ഓൾ ദ വേ ടു സ്കൂൾ ബിക്കോസ് ഹി ഈസ് നോട്ട് റെഡി ടു ലീവ് ദ ബലൂൺ. ബലൂണ് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ സ്കൂളിലേക്ക് നടന്നത്. എന്തുകൊണ്ടായിരിക്കാം?
ദ ബോയ് ലൈക്സ് ദ ബലൂൺ വെരി മച്ച്. ആ കുട്ടി ആ ബലൂണിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദ ബോയ് ലൈക്സ് ദ ബലൂൺ വെരി മച്ച്. ഇറ്റ് ഈസ് എ ഫ്രണ്ട് ഫോർ ദ ലോൺലി ബോയ്. ആ ഏകാന്തത, ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ കുട്ടിക്ക് അതൊരു ഫ്രണ്ടിനെ പോലെ തോന്നി. ഇറ്റ് ഈസ് എ ഫ്രണ്ട് ഫോർ ദ ലോൺലി ബോയ്. ആ ഏകാന്തത അനുഭവിക്കുന്ന കുട്ടിക്ക് അതൊരു കൂട്ടുകാരനെ പോലെ തോന്നി. ഇനി അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ സ്വീപ്പർ ഫ്രണ്ട്ലി വിത്ത് ദ ബോയ്. ആ സ്വീപ്പർ കുട്ടിയുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ നിങ്ങളുടെ ആൻസറിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ചാപ്റ്ററിന് എഴുതാനാണ്. ഓക്കെ, ദ സ്വീപ്പർ ഈസ് വെരി ഫ്രണ്ട്ലി വിത്ത് ദ ബോയ്. സ്വീപ്പർ വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു ആ കുട്ടിയോട്. ദ സ്വീപ്പർ ബ്ലിങ്ക്ലി ടേക്സ് ദ ബലൂൺ ആൻഡ് ഹോൾഡ്സ് ഇറ്റ്. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വീപ്പർ വളരെ ഫ്രണ്ട്ലിയാണ് കുട്ടിയായിട്ടെന്ന്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 8th ക്വസ്റ്റ്യൻ. വാട്ട് മേ ഹാവ് ദ ടീച്ചർ ജോട്ടഡ് ഡൗൺ ഇൻ ഹിസ് നോട്ട് ബുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജോട്ടഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും എഴുതുന്നതിനാണ്. എന്തായിരിക്കാം ആ ടീച്ചർ ആ നോട്ട് ബുക്കിൽ എഴുതിയത്? ഓക്കെ, എന്തായിരിക്കാം? വാട്ട് മേ ഹാവ് ദ ടീച്ചർ ജോട്ടഡ് ഡൗൺ ഇൻ ഹിസ് നോട്ട് ബുക്ക്. Okay, the teacher may have jotted down in his notebook that the boy is playing with a balloon in the street during the school time. സ്കൂൾ ടൈമിൽ ആ കുട്ടി ബലൂണുമായിട്ട് സ്ട്രീറ്റിൽ കളിക്കുകയാണ് എന്നതായിരിക്കാം എഴുതുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ലേറ്റായിട്ട് സ്കൂളിൽ വന്നെന്നോ ഒക്കെ എഴുതാം. ടീച്ചർ മേ ഹാവ് ജോട്ടഡ് ഹിൻസ് ദ ലേറ്റ് അറൈവൽ ഓഫ് ദ ബോയ് ഇൻ ദ ക്ലാസ്, അല്ലെങ്കിൽ എന്ത് പറയാം, ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് എ ബലൂൺ ഇൻ ദ സ്ട്രീറ്റ് ഡ്യൂറിങ് സ്കൂൾ ടൈം. ഇതൊക്കെ എഴുതാം. ടീച്ചർ എന്തൊക്കെയോ ആണ് കുറിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡു യു തിങ്ക് ദ ബോയ് വിൽ ബി പണിഷ്ഡ് ബൈ ദ ടീച്ചർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടീച്ചർ ആ കുട്ടിയെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. നോ, ഹി മേ വാണ്ട് ദ ബോയ് നോട്ട് ടു കം ടു സ്കൂൾ ലേറ്റ്. എന്തായാലും അടിക്കൊന്നുമില്ല, ചിലപ്പോൾ അവനോട് വാൺ ചെയ്യുമായിരിക്കും, നീ നേരത്തെ ഇനി വരണം, സ്കൂളിൽ ലൈറ്റായി വരരുത് എന്ന് വാൺ ചെയ്യും. ഓക്കെ, ഹി മേ വാണ്ട് ദ ബോയ് നോട്ട് ടു കം ടു സ്കൂൾ ലൈറ്റ്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഷെയ്ഡ് ഓഫ് ദ അംബ്രല്ല ആൻഡ് ഹോൾഡ്സ് ദ ബലൂൺ അണ്ടർ ഇറ്റ്. ആ കുട്ടി തണലിൽ നിന്ന്, കുടയുടെ തണലിൽ നിന്ന് കുട്ടി നീങ്ങി നിന്നിട്ട് ബലൂണിനെ തണലിൽ പിടിക്കുകയാണ്. ദ ഹോൾഡ്സ് ദ ബലൂൺ അണ്ടർ ഇറ്റ്. വൈ ഡസ് ദ ബോയ് ഡു സോ? കമൻറ്റ് ഓൺ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബലൂൺ. എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്? ദ ബോയ് വാണ്ട്സ് ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ്, റെയിനിൽ നിന്ന് ഈ ബലൂണ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഹി ലൈക്സ് ദ ബലൂൺ മോർ ദാൻ എനിത്തിങ് എൽസ്. അവനിക്ക് വേറെ എന്തിനെക്കാട്ടി ഇപ്പോൾ എന്താണ് ഇഷ്ടം? ബലൂണാണ്. അതുകൊണ്ട് ബലൂണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ. റെയിനിൽ നിന്ന് ബലൂണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ദ ബോയ് വാണ്ട്സ് ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ. ഹി ലൈക്സ് ദ ബലൂൺ മോർ ദാൻ എനിത്തിങ് എൽസ്. ഹി കൺസിഡർ ഇറ്റ് ആസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അത്. അതുകൊണ്ടാണ് അവന് റെയിനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടയുടെ അണ്ടറിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ബോയ് വാണ്ട്സ് ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ ബിക്കോസ് ഹി ലൈക്സ് ദ ബലൂൺ മോർ ദാൻ എനിത്തിങ് എൽസ്. ഹി കൺസിഡേർഡ് ഇറ്റ് ആസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ് ഹെൽപ്പ് ദ ബോയ് ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ. എങ്ങനെയാണ് ആ സ്ട്രീറ്റിലെ ആൾക്കാർ മഴയിൽ നിന്ന് ബലൂണിനെ രക്ഷിക്കാൻ കുട്ടിയെ സഹായിച്ചത്? ഹെൽപ്പ് ദ ബോയ് ടു പ്രൊട്ടക്റ്റ് ദ ബലൂൺ ഫ്രം ദ റെയിൻ. ദേ അലൗ ഹിം ടു ഹോൾഡ് ദ ബലൂൺ അണ്ടർ ദെയർ അംബ്രല്ലാസ്. അവരുടെ കുടയുടെ താഴെ ഈ ബലൂണിനെ പിടിക്കാൻ അവർ സഹായിച്ചു. ദേ അലൗ ഹിം ടു ഹോൾഡ് ദ ബലൂൺ അണ്ടർ ദെയർ അംബ്രല്ലാസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 12th ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ദ ലാസ്റ്റ് സോൾജർ ലുക്ക് at the boy amused? ഒരു അവസാനത്തെ പട്ടാളക്കാരനും വളരെ കൗതുകത്തോടുകൂടി, അമ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കൗതുകം, വളരെ കൗതുകത്തോടെ കുട്ടിയെ നോക്കിയത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? The last soldier looked at the boy because he is amused to see the boy with the red balloon running along the street. അപ്പോൾ അവൻ ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ ഈ റെഡ് ബലൂണും കയ്യിൽ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വളരെ കൗതുകകരമായിട്ട് അയാൾക്ക് തോന്നി. Perhaps the sight might have reminded the soldier of his
ഓൺ ചൈൽഡ്ഹുഡ്. അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ചെറുപ്പകാലം ഓർമ്മ വന്നതായിരിക്കാം. പെർഹാപ്സ് ദ സൈറ്റ് മൈറ്റ് ഹാവ് റിമൈൻഡഡ് ദ സോൾജിയർ ഓഫ് ഹിസ് ഓൺ ചൈൽഡ്ഹുഡ്. നമുക്ക് അടുത്ത് നോക്കാം. 13th ക്വസ്റ്റ്യൻ. ദ ബോയ്സ് മദർ ഷേക്സ് ഹെർ ഹെഡ് ഇൻ ഡിസപ്രൂവൽ. വൈ? കുട്ടിയുടെ അമ്മ വിസമ്മത ഭാവത്തിൽ, സമ്മതിക്കാത്ത മട്ടത്തിൽ തല ആട്ടുന്നു. എന്തുകൊണ്ടാണ്? ബലൂണ് കണ്ട ഉടനെ തന്നെ വേണ്ട വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. അതെന്തുകൊണ്ടാണ്? ദ ബോയ്സ് മദർ ഡസൻറ്റ് വാണ്ട് ടു ലെറ്റ് ദ ബോയ് ബ്രിങ് ദ ബലൂൺ ഇൻ ടു ദ ഹൗസ്. വീട്ടിലേക്ക് ആ ബലൂൺ കൊണ്ടുവരാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ദ ബോയ് പ്ലേയിങ് വിത്ത് ദ ബലൂൺ ഇൻസൈഡ് ദ ഹൗസ് മൈറ്റ് ഹാവ് മെയ്ഡ് ഹെർ ഹംഗ്രി. അപ്പോൾ അവർ അത് ദേഷ്യം പിടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവരത് സമ്മതിക്കാനത്. വൈ ഡസ് ദ ബോയ്സ് മദർ ത്രോ ദ ബലൂൺ ഔട്ട്? എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ അമ്മ ബലൂണ് പുറത്തേക്ക് എറിഞ്ഞത്? ദ മദർ ഡസൻറ്റ് ലൈക്ക് ദ ബലൂൺ വിച്ച് ദ ബോയ് ഗോട്ട് ഫ്രം ദ സ്ട്രീറ്റ്. ഒന്നാമത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ദ മദർ ഡസൻറ്റ് ലൈക്ക് ദ ബലൂൺ വിച്ച് ദ ബോയ് ഗോട്ട് ഫ്രം ദ സ്ട്രീറ്റ്. ഷീ ഡസൻറ്റ് അപ്രൂവ് ദ ബോയ്സ് പ്ലേ വിത്ത് ബലൂൺ ഇൻ ദ റെയിൻ. ഷീ ഡസൻറ്റ് വാണ്ട് ഹിം സൈഡ് ദ ഹൗസ്. അപ്പോൾ അവർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടി അങ്ങനെ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ അവനത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഷീ ഡസൻറ്റ് വാണ്ട് ഹിം ടു ബ്രിങ് ഇറ്റ് ഇൻസൈഡ് ദ ഹൗസ്. ബ്രിങ് എന്നാണ് BRING. വീട്ടിലേക്ക് അത് കൊണ്ടുവന്നതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. വൈ ഡസ് ദ ബലൂൺ ഹോവർ അറൗണ്ട് ദ വിൻഡോ? എന്തുകൊണ്ടാണ് ആ വിൻഡോയുടെ ചുറ്റും ഈ ബലൂൺ വട്ടമിട്ട് മറന്നത്? ഇറ്റ് ലൈക്സ് ടു പ്ലേ വിത്ത് ഹിം. ആ ബലൂൺ ആ കുട്ടിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദെയർ ലവ് ഫോർ ഈച്ച് അതർ ഇസ് മ്യൂച്വൽ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു. ദ ബലൂൺ ഡസൻറ്റ് വാണ്ട് ടു ലീവ് ദ ബോയ് ഹിസ് ഡിയർ വൺ. അതായത് ബോയ്ക്ക് ബലൂണിനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ബലൂണിനും ഈ ബോയിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. ദ ബലൂൺ ഡസൻറ്റ് വാണ്ട് ടു ലീവ് ദ ബോയ് ഹിസ് ഡിയർ ഫ്രണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്നത്. അടുത്ത ചോദ്യമാണ് 16ാമത്തെ ചോദ്യമാണ്. ദ ബോയ് സീ സംതിങ് ടു ദ ബലൂൺ. ഡു യു ടോക്ക് ടു യുവർ ടോയ്സ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ആ കുട്ടി ആ ബലൂണിനോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ടോയ്സുമായിട്ട് സംസാരിക്കാറുണ്ടോ? അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. യെസ്, ഐ ഓൾവേസ് ടോക്ക് വിത്ത് മൈ ടോയ്സ്. ഞാൻ എൻ്റെ ടോയ്സുമായിട്ട് സംസാരിക്കാറുണ്ട്. ഐ ഹാവ് എ പ്രെറ്റി ഡോൾ. ഐ വുഡ് സിങ് എ സോങ് ആൻഡ് ആസ്ക് മൈ ഡോൾ ടു ഡാൻസ് മൈ ട്യൂൺ. ഓക്കെ. ഇനി അടുത്തത് 17th ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ബോയ് ലീവ് ദ ബലൂൺ ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ് അലോങ് ദ പേയ്മെൻറ്റ്? എന്തുകൊണ്ടാണ് ബലൂൺ ഉപേക്ഷിച്ച് കുട്ടി നടപ്പാതയിലൂടെ നടന്നത്? എന്തുകൊണ്ടായിരിക്കാം? ദ ബലൂൺ അപ്പിയേഴ്സ് ടു ബി മിസ്ചീവസ്. ഇറ്റ് ഡിസോബേസ് ദ ബോയ്സ് ഇൻസ്ട്രക്ഷൻ. ദ ബോയ് ഫീൽസ് ഹേർട്ട് ആൻഡ് വാക്സ് അവേ. ഹി നോസ് ദാറ്റ് ദ ബലൂൺ വിൽ ഫോളോ ഹിം. അപ്പം ബലൂൺ എന്താണ്, അവനെ അങ്ങനെ അനുസരിച്ചില്ല. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതിരുന്നു. അപ്പോൾ അവനിക്ക് ഭയങ്കര ഫീലായി. അതുകൊണ്ട് അവൻ അങ്ങനെ പേയ്മെൻറ്റിലൂടെ നടന്നു. പക്ഷെ അവനിക്കറിയാം എന്തായാലും ഇത് ഫോളോ ചെയ്ത് വരുന്നു. ഡു യു തിങ്ക് ദ ഡോഗ് വിൽ അറ്റാക്ക് ദ ബോയ്? ബോയിനെ, ഈ കുട്ടിയെ പട്ടി ആക്രമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബാർക്കിംഗ് അറ്റ് സ്ട്രേഞ്ച് ഒബ്ജക്റ്റ് ഈസ് എ കോമൺ നേച്ചർ ഓഫ് ഡോഗ്സ്. ഇപ്പോൾ നമ്മൾ 18 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലെറ്റസ് റിഫ്ലക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ 8 ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.